നമസ്കാരം കൂട്ടുകാരെ, സംഖ്യകൾ സംസാരിക്കും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നത്തെ വിഷയം പറയാൻ പോകുന്നത് മിസ്സിംഗ് നമ്പറുകളെക്കുറിച്ചാണ്. മിസ്സിംഗ് നമ്പർ, അതെ, നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ മിസ്സിംഗ് നമ്പറുകൾ ഇല്ലാതാകുമ്പോൾ ഉള്ളതിൻ്റെ പരിഹാരങ്ങൾ. ഉദാഹരണത്തിന് പൊതുവെ 19-ാം നൂറ്റാണ്ടിൽ ജനിക്കുന്നവർക്ക് 1ഉം 9ഉം എന്ന സംഖ്യ മിക്കപ്പോഴും ഉണ്ടാകും. അതൊരിക്കലും മിസ്സിംഗ് ആയിട്ട് വരില്ല. 2000 അതിനുശേഷം ജനിക്കുന്ന അവരുടെ ബർത്ത് ചാർട്ടിൽ മിസ്സിംഗ് നമ്പറുകൾ 1ഉം 9ഉം ഒക്കെ മിസ്സാകാൻ സാധ്യത കൂടുതലാണ്. ആയതിനാൽ മിസ്സിംഗ് നമ്പറുകളുടെ ആദ്യത്തെ 1നെ പ്രതിനിധീകരിക്കുന്നത് സൂര്യനാണല്ലോ. അപ്പോൾ 1 എന്ന സംഖ്യ മിസ്സിംഗ് ആണെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ചുവപ്പ് ചരട് കയ്യിൽ കെട്ടുക, അല്ലെങ്കിൽ സൂര്യന് വെള്ളം കൊടുക്കുക. അതായത് ഓം സൂര്യായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെമ്പ് മോന്തയിൽ വെള്ളം 10 പ്രാവശ്യം സൂര്യായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിക്കുക. 2 എന്ന സംഖ്യ മിസ്സിംഗ് ആണെങ്കിൽ ഗ്രീൻ ബോട്ടിൽ, അതായത് പച്ചക്കുപ്പിയിൽ വെള്ളം കുടിക്കുക. മൂൺ വാക്ക് നടത്തുക. അപ്പോൾ 2 എന്ന സംഖ്യയുടെ മിസ്സിങ്ങിൻ്റെ ബ്ലെസ്സിങ്സ് നികന്ന് കിട്ടും. അതായത് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2 എന്ന മിസ്സിംഗ് സംഖ്യ ഒഴിവാക്കാനായി ഈ പറഞ്ഞ പോലെ ഗ്രീൻ ബോട്ടിൽ വാട്ടർ കുടിക്കുക. രണ്ടാമത് മൂൺ വാക്ക് നടത്തുക. 3-ാം നമ്പർ, അതായത് വ്യാഴത്തിൻ്റെ നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ പൊട്ട് തൊടുക, അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ പൊട്ട് തൊടുക. 4-ാം നമ്പർ രാഹുവിൻ്റെ നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്, അതായത് തെരുവ് പട്ടികൾക്ക് ഭക്ഷണം നൽകുക. ഗ്ലൂക്കോസ് ബിസ്ക്കറ്റുകൾ ഒഴിവാക്കുക. കാരണം ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് പട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാക്കും. അത് കാരണം ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഒഴിവാക്കി വേറെ എന്ത് ഭക്ഷണവും തെരുവ് നായകൾക്ക് കൊടുക്കാം. 5-ാം നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ 20 മിനിറ്റിനോളം നഗ്നപാദങ്ങളിൽ നിങ്ങൾ പച്ചപ്പുല്ലിൽ നടക്കുക. കൂടാതെ പശുവിൻ്റെ തീറ്റ കൊടുക്കുക. പശുവിന് 2 ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ തക്കാളിയോ എന്തുമാകാം, ഡെയിലി പശുവിന് തീറ്റ കൊടുക്കുക. 5-ാം നമ്പർ ആക്റ്റീവ് ആകും. 6-ാം നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ ശുക്രൻ്റെ നമ്പറും കൂടിയാണ്. അത് മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ ഒരു റിസ്റ്റ് വാച്ച്, അതെ, മെറ്റാലിക് ചെയിനുള്ള റിസ്റ്റ് വാച്ച്, ഗോൾഡൻ കളർ, അത് ധരിക്കുക. തീർച്ചയായിട്ടും 6-ാം നമ്പർ ആക്റ്റീവ് ആയിരിക്കും. 7-ാം നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനും ഈ പറഞ്ഞ പോലെ റിസ്റ്റ് വാച്ചാണ് ധരിക്കേണ്ടത്. അത് സിൽവർ ഗോൾഡ് മൾട്ടി കളർ ഉള്ള റിസ്റ്റ് വാച്ചാണ് ധരിക്കേണ്ടത്. ഇത് രണ്ടും മെറ്റൽ എലിമെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്, 6ഉം 7ഉം എന്ന സംഖ്യകൾ. 8-ാം നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ 1 കിലോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ 1 കിലോ ഗോതമ്പ് പൊടി കൂടാതെ 1/2 കിലോ പഞ്ചസാര, ഇത് രണ്ടും കൂടി മിശ്രിതം ചെയ്ത് ഡെയിലി ഓരോ പിടി വീതം ഉറുമ്പുകൾക്ക് തീറ്റ നൽകുക. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം 1 പിടി ഗോതമ്പും പഞ്ചസാരയും കൂട്ടിയ മിശ്രിതം ഡെയിലി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇടുക. അപ്പോൾ 8-ാം നമ്പർ ആക്റ്റീവായി കിട്ടും. അപ്പോൾ 8-ാം നമ്പർ ആക്ടിവേറ്റ് ചെയ്യാൻ ഉറുമ്പുകൾക്ക് തീറ്റ നൽകുക. 9-ാമത്തെ അവസാനത്തെ നമ്പറായ 9-ാം നമ്പർ അത് മിസ്സിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചുവന്ന ചരട് കയ്യിൽ കെട്ടുക. കൂടാതെ ചുവന്ന അല്ലെങ്കിൽ ഓറഞ്ച് പൊട്ട് ഇടുക. ഇതാണ് മിസ്സിംഗ് നമ്പറുകളിൽ നിന്നും എങ്ങനെ നമുക്ക് സ്പോട്ട് ലഭിക്കും അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് നേടാം എന്ന് ഞാനിത് പറഞ്ഞു നൽകുന്നു. അതായത് ഈ മിസ്സിംഗ് നമ്പറുകളിൽ നിന്നും എങ്ങനെ സ്പോട്ട് നേടാം എന്നാണ് ഞാനിത് പറയുന്നത്. ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും 1 മുതൽ 9 നമ്പറുകളുടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. വീണ്ടും കാണാം. നമസ്കാരം.